ോടൊപ്പം ആലപ്പുഴയിൽ കനൽ ഒരു തരി ആയിരുന്നു കഴിഞ്ഞ തവണ. ആരിഫ് ഇവിടുന്ന് ഒറ്റയ്ക്കാണ്. ഈ കമന്റ് ബോക്സിൽ ഇന്ന് സ്കൂളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സംശയം അല്ല, വോട്ടെടുപ്പ് ദിവസം അവധിയായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ സ്കൂളുണ്ട്. പറ്റുന്ന കുട്ടികളെയൊക്കെ വിടണം കേട്ടോ. ഞാനിന്ന് മോളോട് പോകണ്ട, വീട്ടിലിരുന്ന് TV കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോ ഇല്ല എനിക്ക് പോയേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അമ്മയും മകളെങ്കിലും കാണട്ടെ എന്ന് കരുതിയാവും. അപ്പൊ ഓക്കെ, നമ്മള് ആലപ്പുഴയിലേക്ക് പോവുകയാണല്ലേ. ആരിഫ് നമ്മുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനോട് സംസാരിച്ചു, പ്രതീക്ഷകൾ പങ്കുവെച്ചു. ആരിഫ് എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം. 101% വിജയം ഉറപ്പാണ്. എനിക്ക് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. കാര്യം ഞാൻ എത്രയോ ഇലക്ഷൻ കണ്ടതാണ്. എനിക്കറിയാം ജയിക്കും ഉറപ്പായിട്ടും. രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങനെയുണ്ടായിരുന്നു? മനസ്സെന്തായിരുന്നു? മനസ്സിൽ സത്യം പറയാമെങ്കിൽ വൈകി ഉറങ്ങിയത്, പക്ഷെ വളരെ നേരത്തെ എഴുന്നേറ്റു. കൂളായിട്ട് നമ്മൾ സാധാരണ പതിവ് പോലെ തന്നെയുള്ള കാര്യങ്ങൾ, പ്രാർത്ഥനകൾ ഇതെല്ലാം നമുക്കുള്ളതാണ്. അതൊക്കെ ഇത്തവണ ഉണ്ടായി, എപ്പോഴും ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അത് ഇത്തവണ ഉണ്ടായി. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങി ഇവിടെ വന്നു. കൗണ്ടിങ് ഏജന്റുമാരെല്ലാം യാത്രയാക്കാനുള്ള അവിടെ ഭക്ഷണമൊക്കെ എടുത്താണ്. അത് കഴിച്ചു, അവർ നീങ്ങി. ഇനി മോളൊക്കെ വന്നിട്ടുണ്ടോ? എല്ലാവരും വീട്ടിലുണ്ടോ? മോള് വന്നിട്ടില്ല, മോൾക്ക് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അവിടെയാണ്. വേറെ മോന അങ്ങാണ്. എവിടെ ഇരുന്നാണ് ബാക്കി വോട്ടെണ്ണലിന്റെ വിവരങ്ങളൊക്കെ ഞാൻ മുൻകാലങ്ങളിലും എല്ലാം കൗണ്ടിങ് സ്റ്റേഷനിൽ നിൽക്കാറില്ല. പാർട്ടി ഹൗസിലിരിക്കാറ്. പാർട്ടി ഏരിയ കമ്മിറ്റി ഹൗസിലോ DC ഹൗസിലോ ഇരിക്കും. ഇന്ന് എവിടെ ആയിരിക്കും? DC ഹൗസ്. എല്ലാവിധ ആശംസകളും. എൽദോ നേരത്തെ സ്കൂളിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ്, ആരിഫിന്റെ മക്കളുടെ കാര്യം ചോദിച്ചപ്പോൾ മകള് വന്നിട്ടുണ്ടോ എന്ന് ശരണി ചോദിക്കുമ്പോൾ ഇല്ല, പഠിക്കാൻ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നാണ്. അത് തന്നെയാണ് ആരിഫ് വളരെ ഹാപ്പിയാണ്. അല്ല, നമ്മളോട് ചോദിച്ച പ്രേക്ഷകരോട് ഇതാണ് പറയുന്നത്, മക്കളെ പഠിപ്പിക്കാൻ വിടുക, അവർ സ്കൂളിൽ പോകട്ടെ, വോട്ട് ചെയ്യേണ്ട പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കാം. അപ്പൊ നമുക്ക് ആസാദ് ഉണ്ട് കോഴിക്കോട് നിന്നും. അവിടെ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിലാണ് ആസാദ് ഉള്ളത്. ആസാദ്, നേരത്തെ MK രാഘവന്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. സ്ട്രോങ് റൂമുകൾ തുറന്നു എന്ന വിവരവും ലഭിച്ചിരുന്നു. ഇനി ഏതാണ്ട് 3/4 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് JDT ഇസ്ലാം കോളേജിന്റെ മുൻവശത്താണ്. ഈ വടകര കൗണ്ടിംഗ് സ്റ്റേഷൻ മുൻവശത്തായാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പോളിംഗ് ഏജന്റുമാരും ബൂത്ത് ഉദ്യോഗസ്ഥരും എല്ലാവരും അകത്ത് കയറി കഴിഞ്ഞു. ഇതിൻ്റെ വോട്ടെണ്ണലിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതീവ സുരക്ഷയോടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ കൗണ്ടിംഗ് സ്റ്റേഷൻ പരിസരം ഉള്ളത്. വൻ പോലീസ് സന്നാഹത്തോടു കൂടി അത്രയും സുരക്ഷ ഒരുക്കിയാണ് ഈ കൗണ്ടിംഗ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥികളും നേതാക്കളും എല്ലാം ഇവിടേക്ക് വരുന്നുണ്ട്. അല്പസമയം 7:30 മണിയോടുകൂടി ഷാഫി പറമ്പിൽ ഇവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് ലഭ്യമാവുന്നതാണ്. തീർച്ചയായും എൽദോ, ഈ പ്രതികരണങ്ങൾ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ അവസാനിക്കും. കാരണം മിക്കവാറും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ സുരേഷ് ഗോപിയൊക്കെ കൊച്ചിയിലാണ് എന്നാണ് അറിയുന്നത്. ഒരു ഫലത്തിന്റെ ട്രെൻഡ് അനുസരിച്ചിട്ടായിരിക്കാം തൃശ്ശൂർക്ക് പോവുക. എന്തായാലും IPL മത്സരങ്ങൾക്കിടയിലെ ഈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനൽ എത്തുമ്പോൾ ഷാറുഖ് ഖാന്റെ ഒരു സ്ഥിര രീതിയാണ്, ജയിക്കുമെത്തിയാൽ പുള്ളി പെട്ടെന്ന് സ്റ്റേഡിയത്തിലേക്ക്, അല്ലെങ്കിൽ രണ്ട് പ്രതികരണങ്ങൾ കൂടി. പീയൂഷ് ഗോയൽ എന്തായാലും NDAക്ക് ഹാൻസം വിക്ടറി ഉണ്ടാകുമെന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ്. ജയ്പൂരിലെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, അദ്ദേഹം ജയ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നുള്ള പ്രതാപ് സിംഗ് കചാരിവാസ് പറയുന്നു, EVM മെഷീൻ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരിക്കേണ്ടി വരും. EVM മെഷീനിൽ ആരാണ് ഈ പ്രോഗ്രാമിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? രാജസ്ഥാനിൽ 25-25 ആയിരുന്നു കഴിഞ്ഞ തവണ NDA നേടിയത്. ഇത്തവണ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ EVMനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉള്ളത്. EVMനെതിരെ പരാതികളുണ്ട്. ഇപ്പോൾ ജയ്പൂരിൽ നിന്ന് അത്തരം ഒരു പരാതി ജയിക്കുന്ന സമയത്ത് ജയിക്കുന്ന മണ്ഡലങ്ങളിലും EVMനെതിരെ ഒരു പരാതി നമ്മുടെ കേരളത്തിലേക്ക് കോട്ടയത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് നമ്മൾ ആദ്യം ഫ്രാൻസിസ് ജോസഫിന്റെ പ്രതികരണം കണ്ടപ്പോൾ അവിടെ ഒപ്പം ഉണ്ടായിരുന്നു മോൻസ് ജോസഫ്, അല്ലെ? അപ്പോൾ മോൻസ് ജോസഫ് എന്താണ് പറയുന്നത്, പ്രതീക്ഷ എന്താണ് നോക്കാം. എന്താണ് കൗണ്ടിങ് തുടങ്ങാൻ പോവുകയാണ്. ഏറ്റവും ലാസ്റ്റ് പ്രതീക്ഷ എന്താണ് നോക്കാം. UDF ക്യാമ്പിന്റെ ഈ കോട്ടയത്ത് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി വളരെ, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ
കേരള കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെയും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നത് UDF, ഇത് രണ്ട് രീതിയിലും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. UDF രാഷ്ട്രീയത്തിൽ കോട്ടയം നിർണായകമാണ്, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കോട്ടയം നിർണായകമാണ്. കാരണം അത് UDF നിൽക്കുന്ന കേരള കോൺഗ്രസ് യഥാർത്ഥ കേരള കോൺഗ്രസ് ആയി മാറുന്ന തെരഞ്ഞെടുപ്പാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോട്ടയം ജില്ലയിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. കേരളമെമ്പാടും കേരള കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനകരമായ ഒരു വിജയമാണ്, UDFനും അഭിമാനകരമായ വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാനൊരു പ്രതികരണം, ഉത്തർപ്രദേശിൽ വാരണാസി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പ്രതികരണമാണ്. രാജലിംഗം അവിടെ സ്ട്രോങ് റൂം അല്പസമയത്തിനകം തുറക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഇത്തവണ ഭൂരിപക്ഷം ഉയർത്തുക എന്ന വലിയ ടാർഗറ്റാണ് പ്രധാനമന്ത്രി. അതോടൊപ്പം അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. BJP ആസ്ഥാനത്ത് ഇപ്പോൾ പൂരി ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് എന്നാണ് അറിയുന്നത്. അവിടെ ആളുകളുടെ പൂരി ബജി ഉണ്ടാക്കുന്ന തിരക്കിലാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തവണ 10 ലക്ഷം വോട്ട് എന്ന ടാർഗറ്റ് ഒക്കെയാണ് പ്രധാനമന്ത്രി വെച്ചിരുന്നത്. അത്രയും വോട്ട് വാരണാസിയിൽ പിടിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും വാരണാസിയിലേക്ക് വരാനുള്ള മോദിയുടെ തീരുമാനം ഉത്തരേന്ത്യയിൽ ആകെ മോദി വേവ് ഉണ്ടാക്കുക എന്നതാണ്. ഇത്തവണ അത്തരം ഒരു വേവ് ഉണ്ടായിട്ടുണ്ട്. വോട്ടിംഗ് കാര്യം സംസാരിക്കുമ്പോഴേ 53% ആണ് അവിടുത്തെ ഒരു പെർസെന്റേജ്. അതായത് 53% എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ പകുതി ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ, പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളൂ എന്നതാണ്. പ്രധാനമന്ത്രിയുടെ മണ്ഡലമാണ്, അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും പ്രധാനമന്ത്രിയോട് വിയോജിപ്പുണ്ടെങ്കിൽ 100% പോൾ ചെയ്ത് അതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും ഇനി കൃത്യം പറഞ്ഞാൽ 30 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഞാൻ ആദ്യം രേണുവിന്റെ ക്ലോക്ക് തെറ്റാണെന്ന് തോന്നിയിരുന്നു. 45 മിനിറ്റ് എന്തായാലും പക്ഷെ രേണുവിനെ പോലല്ല, ഉദ്യോഗസ്ഥർ കൃത്യമായി സമയത്ത് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8 മണിക്ക് തന്നെ ആരംഭിക്കും. മാത്രം അവശേഷിക്കുന്നു. ആദ്യ ഫല സൂചനകൾ 10 മിനിറ്റിനകം 8:30 വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. 9 മണിയോടുകൂടി രേണു ഏതാണ്ട് ട്രെൻഡ് അറിയാം. അതായത് അത്രമേൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഒരു വേവ് ഉണ്ട് എങ്കിൽ കൃത്യമായി 9 മണിക്ക്. പക്ഷേ ഇപ്പോൾ നേരത്തെ വിജയ് സൂചിപ്പിച്ചതുപോലെ ആദ്യ ട്രെൻഡ് പറയാൻ കഴിയില്ല. അതിന്റെ ഒരു വ്യക്തത പറഞ്ഞെങ്കിൽ 10 മണി 10 ആകണമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ? ശരി, അതാണ് 2020 അടിക്കുമോ UDF അതോ ഇടതുപക്ഷത്തിന്റെ കാറ്റോ? 2004 ആവർത്തനമാകുമോ? NDA അക്കൗണ്ട് തുറക്കുമോ? ഇടയ്ക്കിടയ്ക്ക് രസം കൊല്ലുന്നുണ്ട്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോഴാണ് തോന്നുന്നു പ്രേക്ഷകരുടെ രസം പോകുന്നത്. ഇടതുപക്ഷം 2004 ആവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. ആ പ്രതീക്ഷ അവർ കൈവിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് തുടങ്ങുന്നത് വരെ അത്തരം ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. KP നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും കാത്തിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു നേതാവ് ആ കാറ്റിനെ കുറിച്ച് പറഞ്ഞതായി ഞാൻ കേട്ടില്ല. ഒരു ബൈറ്റിൽ എവിടെ NDA അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ വിഷയം.